അടുത്ത മോർണിംഗ് ടാസ്ക് പറയാൻ വന്നത് സരികയാണ്. സരിക കലാഭവൻ വന്ന ഉടനെ തന്നെ അക്ബർ പറയുന്നത് സരികച്ചി ചമ്മിയത് എവിക്റ്റ് ആയതായിരിക്കും, ഇവിടുന്ന് പുറത്തു പോയതായിരിക്കും ഏറ്റവും കൂടുതൽ ചമ്മിയതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. ശാരിക അവിടെ നിന്ന് പറയുന്നത് രസകരമായിട്ട് പറയണം ചമ്മിയ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ പറയുന്നത് എൻ്റെ രസകരം നിങ്ങൾക്ക് രസകരമാവുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, എന്നാലും ഞാൻ പറയാം. എനിക്ക് കുറേ ചമ്മൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളിങ്ങനെ നാടനൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു സാധനം അടിക്കത്തില്ല, അതുപോലെ എനിക്ക് ഒരുപാട് തവണ ഞാൻ ചമ്മിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ചമ്മലായുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ബിഗ് ബോസിൽ ഇങ്ങനെ എല്ലാവരും വരുമ്പോൾ ഫുഡിന് ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന ഭക്ഷണത്തിനാണ്. അപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഈ ഭക്ഷണത്തിനൊന്നും വഴക്കുണ്ടാവില്ലോ എന്ന്. മാക്സിമം ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യത്തിൽ വഴക്കുണ്ടാകാതിരിക്കാൻ. എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഭക്ഷണം എടുക്കുമ്പോൾ അങ്ങനെ ഒരു ചമ്മലൊന്നും എനിക്ക് ഉണ്ടാകാറില്ല. എന്നിട്ട് ഞാൻ ബിഗ് ബോസിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകല്ലോ എന്ന് ഞാൻ വിചാരിച്ചാണ് വന്നത്. നമുക്കിങ്ങനെ ഗോതമ്പ് ദോശ 2 വെച്ച് എല്ലാവർക്കും 2 വീതം വെച്ച് ഒരു ദിവസം ഉണ്ടായിരുന്നു. അനീഷ് ഇങ്ങനെ അടുത്തതിനായിട്ട് വന്നപ്പോൾ എല്ലാവർക്കും കിട്ടിയല്ലോ ഇല്ലേ, എല്ലാവർക്കും എണ്ണം തികച്ച് കിട്ടിയല്ലോ ഇല്ലേ, അപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ടുണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒന്നും കൂടെ ബാക്കി ഉണ്ടായിട്ടായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നതെന്ന്. അല്ല, എനിക്കത് കിട്ടിയിട്ടില്ല, ഞാൻ 3ാമത്തെയാണ് ചോദിക്കുന്നത്. എനിക്ക് തന്ന്, പക്ഷേ മൂപ്പർ 2ാമത്തെ ഇനി ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് ചോദിച്ചത്. ഞാൻ ആ ദോശയിൽ ഇങ്ങനെ ഒന്ന് കൈ കുത്തിയത് ഈ ചങ്ങായി എന്നോട് പറയാം. ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ആദ്യമായിട്ടാണ് 3 ദോശ. ഏയ് സ്ത്രീ, നിങ്ങൾ 3 ദോശ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചൂടെ, ഞാനിങ്ങനെ നിങ്ങൾ 3 നിങ്ങൾക്ക് നാണമുണ്ടോ, നാണമുണ്ടോ സ്ത്രീ, നാണമുണ്ടോ സ്ത്രീ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ദോശ എടുത്ത് വെച്ചിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്രയും ചമ്മിയൊരു ടൈമില്ല. ആ നോക്കിയപ്പോൾ നൂറ വരുന്നത്, ഞാൻ വേഗം നൂറയുടെ പ്ലേറ്റിലോട്ട്, ഇന്നാ നൂറാന്ന് പറഞ്ഞ് നൂറയുടെ പ്ലേറ്റിലോട്ടും കിട്ടും. എന്നിട്ട് ഞാൻ അനീഷിനോട് പറഞ്ഞു ഇനി ഒന്നും പറഞ്ഞാൽ നാണം കെടുത്തില്ല, ഞാൻ 100 ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. ചമ്മൽ എനിക്ക് ഇപ്പോഴും പോയിട്ടില്ല. പിന്നെ ഞാൻ ഗോതമ്പ് ദോശ തിന്നിട്ടേ ഇല്ല. അങ്ങനെ പറഞ്ഞ് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.